ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. എൻ്റെ അമ്മ എപ്പോഴും ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മേൻ്റെ കയ്യിൽ മാത്രമുള്ള ചില പൊടിക്കൈകൾ മാത്രം ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ. ഇതാ ചട്ടിയിൽ ഉള്ളി ഇട്ടിട്ടുണ്ട്, എല്ലാ സ്പൈസസും ഇട്ടിട്ടുണ്ടോ, കുരുമുളക് വരെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കറിവേപ്പിലയും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി വാട്ടി കൊടുത്തതിന് ശേഷം തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി നന്നായി വാടിയതിന് ശേഷം മൂത്തതിന് ശേഷമാണ് കേട്ടോ തക്കാളി ഇട്ട് കൊടുക്കേണ്ടത്. ആ തക്കാളി അങ്ങനെ വാടുന്നത് വരെ ഇളക്കി കൊടുക്കണം. ചിക്കനാണെങ്കിൽ ഇത് മാരിനേറ്റ് ചെയ്ത് നല്ല റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അതിന്ന് ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പം 2 ചിക്കൻ ക്യൂബ് ഉടച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഒന്നും കൂടി നിൽക്കും, അതിന് വേണ്ടിയിട്ടാണ് ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കുന്നത്. നല്ല ആവി പൊന്തുന്ന ആ ടൈമിലാണ് കേട്ടോ ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിക്കുക. അതൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേനും മല്ലിച്ചപ്പും പുതിനയും പിന്നെ നാരങ്ങനീര് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല റൈസ് നന്നായി വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ നാരങ്ങനീരൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ മാഗ്നേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇട്ട് കൊടുക്കാൻ ടൈമായപ്പോൾ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല വഴഞ്ഞ് വന്നപ്പോൾ ചിക്കനും കൂടി ഇട്ട് കൊടുത്താൽ ലൈക്ക് മസാല നല്ല കൂടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതൊന്ന് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മസാല ഒന്ന് മൂത്ത് അതിൽ കിടന്ന് അതിൽ ആ ടേസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ട് അത് മസാലയൊക്കെ ഒന്ന് നന്നായി വെന്ത് വരാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അടച്ചു കൊടുത്ത് വേവിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, വേവ് കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നല്ല ആവിയാണ് ഗൈസ്, ക്യാമറ നേരെ തെളിഞ്ഞ് കാണുന്നും കൂടി ഇല്ല. അപ്പോൾ ഇതാ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നോക്കുമ്പോൾ നന്നായി തിളച്ച് വരുന്നൊക്കെ ഉണ്ട്. ആ സമയത്താണ് നമ്മൾ പിഴിഞ്ഞ് വെച്ച നാരങ്ങനീര് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ നാരങ്ങനീരൊക്കെ ഒഴിച്ച് കൊടുത്തുണ്ടാക്കുകയാണെങ്കിൽ. ഇപ്പം സത്യം പറഞ്ഞാൽ ഈ ബിരിയാണി ഉണ്ടാക്കണ കണ്ടതിന് വോയിസ് കൊടുക്കണത് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നിട്ടാണ്. സത്യമായിട്ട് ഉമ്മാൻ്റെ ആ ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് വായിൽ വന്നിട്ട് എന്താ പറയുക, കഴിക്കാനുള്ള ഒരു കൊതി മൂത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ റൈസ് ആക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ വെച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് അതിലാണ് കേട്ടോ അരി ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ വേവിച്ചിട്ടാണ് ബിരിയാണി മസാലയൊക്കെ ഇട്ട് കൊടുത്ത് ദമ്മിടേണ്ടത്. അപ്പോൾ ഇതാ മസാല ഇവിടെ നന്നായി സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് ഇട്ട് കൊടുക്കണതാണ് കേട്ടത്. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും അങ്ങനെ റൈസ് ഇട്ട് കൊടുക്കുക, മല്ലിച്ചപ്പ് പുതിന അങ്ങനത്തത് പിന്നെ സ്പൈസസിൻ്റെ പൊടി അങ്ങനത്തെ ഒക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ലെയറായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കണത്. അതിൻ്റെ ആ ഒരു റൈസിൽ ആ സ്പൈസസിൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് സ്പൈസസിൻ്റെ പൗഡർ ഇങ്ങനെ ഇട്ട് കൊടുക്കണത്. അപ്പോൾ ഇതാ ഫൈനലി നമ്മളുടെ ബിരിയാണി സെറ്റായി, ലാസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഏറ്റവും മേലെ ജസ്റ്റ് ഒന്ന് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഡാൽഡ അതൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ദമ്മിട്ടിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് നല്ല കനലൊക്കെ എടുത്തിട്ട് അടുപ്പിലുണ്ടാക്കിയ ബിരിയാണി നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ദമ്മൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ദമ്മു അത് തുറന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സ്മെല്ല് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ്. സ്പൈസസും ഒക്കെ ഇട്ടിട്ട് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബിരിയാണിയിൽ അത്രയും അടിപൊളിയായിട്ടുള്ള സംഭവം. ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത് അത് കഴിച്ച അഭിപ്രായം പറയുക എന്നുള്ളതാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ആ തൈര് സലാഡും കൂട്ടി കഴിക്കാനായിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ 2 പ്ലേറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ.